ശ്രീ വസന്ത് സിറിയക്, ഇതിൽ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്കും ധാരാളം പഠിക്കാനുണ്ട്. വിദ്യാർത്ഥികൾ അവരുടെ കൺവിക്ഷൻ എത്ര വിജയിച്ചു എന്നതിന്റെ തെളിവാണ് ഈ ദിവസം. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വേണ്ടി ഈ വിദ്യാർത്ഥികളെ സമീപിക്കുന്നു, ചർച്ച നടക്കുന്നു, അവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നു. മന്ത്രിയുടെ രാജി എന്ന ഡിമാൻഡ് അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞില്ല, നാളെ ഉച്ചയ്ക്ക് 2:30 വരെ സമയം തരൂ എന്ന് പറയുകയാണ്. അപ്പോൾ സമരക്കാരോട് ടൈം ബൈ ചെയ്യുന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നു. ഈ വിദ്യാർത്ഥികളുടെ സമ്മർദ്ദത്തിന്, ഈ വിദ്യാർത്ഥികളുടെ രോഷത്തിന് അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു മാതൃക കൂടിയാണ്. ഏത് ജനാധിപത്യ സംവിധാനത്തിനും അതിൽ മാതൃക കാണാനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ നിലയിൽ ഇന്ത്യയിലെ യുവാക്കൾ, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ സർക്കാരിനെ തിരുത്തുകയാണ്, തിരുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കാമോ? ഉറപ്പായും ശ്രീ അഭിലാഷ്, നമുക്കറിയാമല്ലോ ലോകത്തെ എല്ലാ തിരുത്തലുകളും ആദ്യം പിന്നീട് അതൊരു വിപ്ലവമായി ഇറങ്ങിപ്പുറപ്പെടുന്നത് കലാലയ മുറ്റങ്ങളിൽ നിന്നുമാണ്. അത് രാജ്യത്ത് തന്നെ എല്ലാ കാലത്തും ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. JP മൂവ്മെന്റും എല്ലാം വിദ്യാർത്ഥികളുടെ ചിറകിലേറി തന്നെയാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയാൽ അവർക്ക് നേടിയെടുക്കാനുള്ളത് നേടിയെടുക്കാതെ പുറകോട്ട് പോകത്തില്ല എന്നൊരു നിശ്ചയദാർഢ്യമുണ്ട്. അവർക്ക് ആരുമായി സെറ്റിൽ ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് അതിനപ്പുറത്തേക്കൊന്നും നേടാനുമില്ല. ഒരുപക്ഷെ ഈ തെരുവിൽ വന്ന വിദ്യാർത്ഥികളുടെ 90% നീറ്റ് എഴുതിയവരോ എഴുതാൻ പോകുന്നവരോ അങ്ങനെ ആസ്പയറൻസ് പോലും അല്ലായിരിക്കും. അവർ ചിലപ്പോൾ മറ്റെന്തെങ്കിലും സബ്ജക്റ്റ് പഠിക്കുന്നവരായിരിക്കും. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ പൗരബോധം അവരെ ഉണർത്തി എന്നുള്ളതാണ്. അത് തീർച്ചയായും അംഗീകരിക്കേണ്ടതാണ്. അതിൽ പഠിക്കാനും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ സമരം എന്നോ തുടങ്ങിയതാണ്. കഴിഞ്ഞ നീറ്റ് പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽ ഗാന്ധി ലോക്സഭയ്ക്കുള്ളിൽ നടത്തുന്ന പ്രസംഗവും പിന്നീട് ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഡിമാൻഡിന്റെ പുറത്താണ് CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇതുവരെ പാർലമെന്റിൽ ടേബിൾ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പിന്നീട് അങ്ങയുടെ തന്നെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, റിയാകുമാർ താബയും രാജേഷ് മാളിനെയും ഒക്കെ നാട്ടിൽ പോയി, ഉത്തരാഖണ്ഡിൽ പോയി 25,000 വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധി. കോൺഗ്രസ് ഛത്രക്കെ ഗൂഞ്ച് എന്ന് പറഞ്ഞൊരു വലിയ നേഷൻ വൈഡ് പ്രോഗ്രാമുമായി മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രോഗ്രാമിനാണോ ഇവരുടെ പ്രോഗ്രാമിനാണോ സ്ക്രീൻ ടൈം കിട്ടിയത് എന്ന് തുലനം ചെയ്യേണ്ട കാര്യമില്ല. അത് ശരിയുമല്ല, അത് കോൺഗ്രസ്സുകാർ നടത്തിയ പോലും ശരിയല്ല, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ എവിടെയാണ് പ്രശ്നം? ഇപ്പോൾ അഭിലാഷ് നോക്കൂ, ഈ ഒരു കോഴിക്കൂട്ടിൽ നിന്ന് സ്ഥിരമായി കോഴിയെ കാണാതെ പോകുന്നു. കോഴിയെ കട്ട കള്ളനെ നാട്ടുകാർ, അവിടെ പോലീസ് പിടിക്കുന്നില്ല, വേറെ ആരും ചെയ്യുന്നില്ല. പക്ഷെ കോഴിക്കൂട് തുറന്നിട്ട് കൊടുത്ത കള്ളനെ നാട്ടുകാർ ചേർന്ന് പിടിക്കുന്നു. ഉടനെ പോലീസ് പറയാണ്, ഞങ്ങൾ കോഴിക്കള്ളനെ വെറുതെ വിടും, പക്ഷെ ഒരു കാര്യം ചെയ്യാം, കോഴിക്കൂട് കുറച്ചും കൂടെ ഹൈടെക് ആക്കി തരാം, അതിൻ്റെ സുരക്ഷ കൂട്ടാം, നാളെ കോഴിക്കൂടിന് 4 പോലീസുകാരെ സെക്യൂരിറ്റി ഇട്ട് തന്നേക്കാം എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റുമോ? നോക്കൂ, ഈ കൊള്ളയുടെ NTA എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്ന് ആ NTAയിൽ 36 നോൺ പെർമനന്റ് സ്റ്റാഫിനെയും 126 വേറെ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ട്രാൻസ്ഫേർഡ് സ്റ്റാഫിനെയും കൊണ്ടുവന്നിരുത്തി അവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ഇല്ല പെർമനന്റ് ആയിട്ട്. നമുക്ക് ചോദ്യം ചോദിക്കാൻ, NTA ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ NTA എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ ഒരാൾ പോലും ഇല്ലാത്ത രീതിയിൽ രാജ്യത്ത് 68 ലക്ഷം വിദ്യാർത്ഥികൾ ഒരു വർഷം പരീക്ഷ എഴുതുന്ന സംവിധാനത്തെ തച്ചു തകർത്തത് അത് ധർമ്മേന്ദ്ര പ്രധാനാണ് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ആ കോഴിക്കള്ളൻ, കോഴിക്കേട് സ്ഥിരമായി തുറന്നിട്ട് കൊടുക്കുന്ന, കുറുക്കന് കോഴിയെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി സ്ഥിരമായി കുറുക്കൻ വരുന്ന സമയം നോക്കി കോഴിക്കൂട് മലക്കെ തുറന്നിട്ട് കൊടുക്കുന്ന കള്ളൻ ധർമ്മേന്ദ്ര പ്രധാനാണ്. ആ പ്രധാനെ വെറുതെ വിട്ടിട്ട് കോഴിക്കൂടിന് സുരക്ഷ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ നാളെ തൊട്ട് കോഴിയെ കാണാതെ പോയാൽ ഞങ്ങൾ പകരം കോഴിയെ തന്നേക്കാം, അതായത് റീടെസ്റ്റിംഗ് നടത്തിയേക്കാം എന്ന് പറഞ്ഞാൽ കാര്യമുണ്ടോ? ഇല്ല. NTA എന്ന് പറയുന്ന സംവിധാനത്തിൽ സമ്പൂർണ്ണമായ അഴിച്ചുപടി വേണം. അതിവർ കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ വിമർശനം ഉന്നയിച്ചതാണ്. അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെർമനന്റ് ആയിട്ട് ഒരാൾ പോലും ഇല്ല. ഇപ്പോൾ ഈ എക്സാം നടത്തുന്ന ഇതുമായി ബന്ധപ്പെട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനികൾക്ക് എക്സാം നടത്തിപ്പ് കൊടുക്കുകയാണ്. ഏത് കമ്പനിയാ? മുമ്പ് CBSE പരീക്ഷയിലടക്കം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിക്ക് എക്സാം നടത്തിപ്പ് കൊടുക്കുന്നത് ഏത് ഇച്ഛയുടെ പുറത്ത്, ഏത് താല്പര്യത്തിന്റെ പുറത്താണ് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. NDA ആകെ NDAക്കാരാണ് എന്ന് ഞങ്ങൾ എത്രയോ കാലമായി പറയുന്നതാ. അതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്നല്ലോ. ഇനി ധർമ്മേന്ദ്ര പ്രധാൻ എന്തിന് രാജിവെക്കണം എന്നാണ് ഇവരുടെ ചോദ്യം. ധർമ്മേന്ദ്ര പ്രധാന്റെ പേര് തന്നെ ധർമ്മേന്ദ്രൻ എന്നാണ്. ധർമ്മേന്ദ്രന്റെ അർത്ഥം ധർമ്മത്തിന്റെ ദൈവം എന്നാണ്. ഒരു ധാർമ്മികതയുടെ ഉത്തരവാദിത്വം ഏറ്റവും കുറഞ്ഞ പക്ഷം കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ 56-ൽ
ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു 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 ട്രെയിൻ അപകടത്തിന്റെ പേരിലാണ് രാജിവെക്കുന്നത്. 95-ൽ പ്ലെയിൻ അപകടം ഉണ്ടായതിന്റെ പേരിൽ മാധവ് റാവു സിന്ധ്യ രാജിവെച്ച് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇനി BJP-ക്കാർക്ക് അവർ എക്സാമ്പിൾ വേണമെങ്കിൽ വാജ്പേയി ഗവൺമെന്റിൽ 99-ൽ നിതീഷ് കുമാർ രാജിവെക്കുന്നത് ഒരു ട്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഈ രാജ്യത്ത് 1, 2, 3, 4 എന്നെടുത്ത് കാണിച്ചാൽ പേരിൽ ധർമ്മേന്ദ്രൻ ഇല്ലാതിരുന്നവർ, പേരിൽ ധർമ്മമില്ലാതിരുന്നവർ പലരും ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചൊഴിഞ്ഞ പാരമ്പര്യം നമ്മുടെ രാഷ്ട്രീയത്തിനുണ്ട്. അവിടെയാണ് 156 പേപ്പറുകൾ, ഒന്നും രണ്ടുമല്ല 156 പേപ്പറുകൾ ലീക്ക് ചെയ്യപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 26 ആത്മഹത്യ ഉണ്ടാകുന്നു. എന്നാൽ വേറെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇന്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 98 എന്നാണ് കണക്ക്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ സമ്മതിക്കുന്നു 26. പോട്ടെ, 26 എങ്കിൽ 26. ആ 26 കുട്ടികൾക്ക് ജീവൻ ഒടുക്കേണ്ടി വന്നിട്ടും കമാന്നൊരു അക്ഷരം മിണ്ടാൻ ധർമ്മേന്ദ്ര പ്രധാനോ ആ ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രധാനിയായ പ്രധാനമന്ത്രിക്കോ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തെരുവിലേക്ക് ജനമിറങ്ങും, തെരുവിലേക്ക് യുവത ഇറങ്ങും, വിദ്യാർത്ഥികൾ ഇറങ്ങും. അവരെ കൈകാര്യം ചെയ്യുന്ന ഏത് രീതിയിലാണ്? ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങയുടെ ചർച്ചയിൽ പറഞ്ഞു, ലെറ്റ്സ് ഹാവ് എ ടോക്ക് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അഭിലാഷ് അവര് ഡൽഹിയിലേക്ക് വന്നത്, ഈ പറയുന്ന സമരവേദിയിലേക്ക് വരുന്നത്. മോദി സർക്കാർ ബാത് കരോ ഹാവോ ഹമാരെ സാച്ചലോ എന്നതായിരുന്നല്ലോ അവരുടെ ആദ്യത്തെ മുദ്രാവാക്യം. ഞങ്ങളുടെ അടുത്ത് വരൂ, നമുക്ക് സംസാരിക്കാം, ഈ പ്രശ്നം സംസാരിച്ച് തീർക്കാമെന്നല്ലേ പറഞ്ഞത്. അപ്പോഴാണ് നെയിം പ്ലേറ്റ് ഇല്ലാത്ത സംഘ് പരിവാർ ഗൂൺസിനെ പോലീസിലേക്ക് നുഴച്ചു കയറ്റി ഇഞ്ചക്ട് ചെയ്ത് അവരെ കൊണ്ട് ബിയർ കുപ്പിയും കല്ലും പറക്കി ഈ സമരവേദിയിലേക്ക് എറിയിക്കുന്നത്. ആ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്ന, ആ സമരത്തിൽ ഹങ്കർ സ്ട്രൈക്ക് നടത്തിയിരുന്ന അദ്ദേഹത്തെ മുഖം മൂടി ഒരു ഇമോഷൻ പോലും അദ്ദേഹത്തിന്റെ വെളിയിൽ വരരുത് എന്ന കണക്കിന് ശവം എങ്ങനെയാണോ മറവ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് ആ കണക്കിന് ആ സമരത്തെ കുഴിച്ചുമൂടാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. അവിടെയാണ് കോൺഗ്രസ് ഇടപെടുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വേറെ സമരം നടത്തുന്നുണ്ട്. ഞങ്ങളുടെ സമരം മുമ്പോട്ട് പോവുകയും ചെയ്യാണ്. പക്ഷേ ആരായിക്കോട്ടെ, CJP ആവട്ടെ, നാളെ BJP, ഇപ്പൊ മുരളി മനോഹർ ജോഷിക്ക് ഇതിൻ്റെ എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നാളെ അവർ സമരത്തിൽ ഇറങ്ങുമെന്ന് പറയാൻ പറ്റത്തില്ല. BJPയുടെ ഒരു ഫ്രാക്ഷൻ നാളെ സമരത്തിന് ഇറങ്ങിയാലും ആ സമരത്തെ ജനാധിപത്യപരമായി നേരിടണം എന്നുള്ളത് രാജ്യത്തിന്റെ ആവശ്യമാണ്. അതിനെ സമരത്തെ എന്നുള്ളതാണ് ഈ സിറ്റുവേഷൻ ഇത്രയും വേഴ്സ് ആവാൻ കാരണം. ഓക്കെ, ഫൈൻ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. തുടരൂ.